ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ടെലിഗ്രാമിൽ നമ്മൾ നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് വെക്കേണ്ട കുറച്ച് സെറ്റിങ്ങുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെറ്റിങ്സുകൾ, അതായത് നമ്മൾ ഓൺ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സുകളൊക്കെ കുറേ അധികം ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ടെലിഗ്രാമിൽ ഓൺ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്ങുകളിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഫസ്റ്റ് സെറ്റിംഗ് ആണ് പീപ്പിൾ നിയർ ബൈ. അപ്പോൾ ഈ സെറ്റിംഗ് ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് ടെലിഗ്രാമിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർക്ക് കൂടെ കാണാൻ സാധിക്കും പീപ്പിൾ നിയർ ബൈ എന്നൊരു ഓപ്ഷൻ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അലോ ആക്സസ് എന്നതുകൊണ്ട് നമുക്കിത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പെർമിഷൻ ചോദിക്കും, അത് നമ്മൾ എനേബിൾ ചെയ്യണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 500 മീറ്റർ ചുറ്റളവിൽ ടെലിഗ്രാം യൂസ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നമുക്ക് ആ വ്യക്തിയുടെ നമ്മുടെ ഫ്രണ്ട് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സെറ്റിംഗ് ആണിത്. അപ്പം ഈ ഒരു സെറ്റിംഗ് നിങ്ങളൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ സെറ്റിംഗ് ആണ് നോട്ടിഫിക്കേഷൻ എന്നത്. അതിനായിട്ട് നമുക്ക് സെറ്റിംഗ് നോക്കാം. സെറ്റിംഗ്സിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് സൗണ്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വൈബ്രേറ്റ് എന്നതുണ്ട്. അതിപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ ഏതെങ്കിലും കോളുകളോ മെസ്സേജോ ഒക്കെ വരുമ്പോൾ ഇത്തരത്തിൽ വൈബ്രേറ്റ് എന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ ഡിഫോൾട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആക്റ്റീവ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചാർജൊക്കെ പെട്ടെന്ന് തീരാൻ ഇത് കാരണമായി തീരും. അതുകൊണ്ട് വൈബ്രേറ്റ് എന്നത് ഡിസേബിൾ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ കോളൊക്കെ ചെയ്യുകയോ ചെയ്താൽ വൈബ്രേറ്റ് ചെയ്യത്തില്ല. അത്തരത്തിൽ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഒരു സെറ്റിംഗ്സ് ആണ് കൗണ്ട് അൺറീഡ് മെസ്സേജ് എന്നത്. നോട്ടിഫിക്കേഷൻ ആൻഡ് സൗണ്ട് എന്ന സെക്ഷനിൽ തന്നെ നമുക്ക് കൗണ്ട് അൺറീഡ് മെസ്സേജ് എന്നത് കാണാൻ സാധിക്കും. ഇതിവിടെ ഓഫ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അൺറീഡ് ആയിട്ടുള്ള ഏതെങ്കിലും മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ കൗണ്ട് ചെയ്ത് നമുക്ക് കാണിക്കാൻ ഈ ഒരു സെറ്റിംഗ് സഹായിക്കുന്നതാണ്. സോ ഈ ഒരെണ്ണം എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു സെറ്റിംഗ് ആണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ആ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെറ്റിംഗ്സ് എന്നത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഫോൺ നമ്പർ എന്നതുണ്ട്. ഇവിടെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എവരിവൺ എന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഈ എവരിവൺ എന്നത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. നോബഡി എന്നത് കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ആർക്കും കാണാൻ സാധിക്കത്തില്ല. ഇനി അല്ല നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ ഫോൺ നമ്പർ കണ്ടാൽ ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അത് മൈ കോണ്ടാക്ട് എന്നതാക്കാം. ഇനി അതല്ല നോബഡി എന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പം ഗേൾസിനൊക്കെ ഈ ഒരു സെറ്റിംഗ് എനേബിൾ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ നോബഡി എന്നത് തന്നെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഹു ക്യാൻ ഫൈൻഡ് മൈ നമ്പർ എന്നതുണ്ട്. അത് ഇവിടെ എവരിവൺ എന്നാണ് ഉള്ളതുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് മൈ കോണ്ടാക്ട് എന്നത് ആക്കി വെക്കുക. എന്നിട്ട് ഇത് ബാക്കിലോട്ട് പോകുമ്പോൾ ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അപ്ലൈ എടുത്ത് സേവ് ചെയ്യുക. ഇനി അടുത്ത സെറ്റിങ്ങും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിക്കകത്ത് തന്നെയാണ്. ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലാസ്റ്റ് സീൻ ആരൊക്കെ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ എവരിവൺ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എവരിവൺ എന്നത് ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് സീൻ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. ഈ മൈ കോണ്ടാക്ട് എന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളുടെ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി നോബഡി എന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങളുടെ ലാസ്റ്റ് സീൻ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അപ്പം ഇവിടെ നോബഡി എന്നത് കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അടുത്തൊരു ഓപ്ഷനാണ് പ്രൊഫൈൽ ഫോട്ടോ എന്നത്. അത് ഇവിടെ എവരിവൺ എന്നതാണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് മൈ കോണ്ടാക്ട് ഓർ നോബഡി എന്നത് കൊടുക്കുക. ഗേൾസ് ഇതിലെ ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എവരിവൺ എന്നത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. ഈ മൈ കോണ്ടാക്ട് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി അതല്ല നോബഡി കൊടുക്കാമെങ്കിൽ ആർക്കും നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിൽ നോബഡി എന്ന ഓപ്ഷൻ ഏതെങ്കിലും കൊടുക്കുക. എന്നിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു ഓപ്ഷനാണ് ഫോർവേഡഡ് മെസ്സേജ് എന്നത്.
ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലോട്ടൊക്കെ ഏതെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് മറ്റുള്ള ഫ്രണ്ട്സ് ബാക്കിയുള്ള ഗ്രൂപ്പുകളിലൊക്കെ അയക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. നോബഡി എന്നത് കൊടുക്കാന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങൾ അയക്കുന്ന മെസ്സേജ് മറ്റുള്ള ഗ്രൂപ്പിലോട്ട് അയക്കാൻ സാധിക്കത്തില്ല. അതുപോലെ എവരിവൺ എന്നതാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ അയക്കുന്ന മെസ്സേജ് മറ്റുള്ള ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മൈ കോണ്ടാക്ട് ആണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രമേ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലോട്ട് അയക്കുന്ന ആ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇതിൽ നോബഡി എന്നത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ഉള്ള ഒരു ഓപ്ഷനാണ് കോൾസ് എന്നത്. നിങ്ങളെ ആരൊക്കെ ടെലിഗ്രാമിലൂടെ കോൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ എവരിവൺ എന്നത് കൊടുത്തിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ ടെലിഗ്രാമിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നോബഡി എന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ ടെലിഗ്രാമിലൂടെ കോൾ ചെയ്യാൻ സാധിക്കത്തില്ല. മൈ കോണ്ടാക്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളെ കോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഇവിടെ ആഡ് എക്സെപ്ഷൻ എന്നതുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യൂസറിനെ നമ്മൾ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നമ്മളെ ടെലിഗ്രാമിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫെസിലിറ്റിയും ടെലിഗ്രാമിലുണ്ട്. അപ്പോൾ ഇതിൽ എവരിവൺ എന്ന സെറ്റിങ്സ് മാറ്റിയിട്ട് മൈ കോണ്ടാക്ട് എന്ന സെറ്റിങ്സ് അല്ലെങ്കിൽ നോബഡി എന്ന സെറ്റിങ്സോ ആക്കി വെക്കുക. എന്നിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ടിക്ക് ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു സെറ്റിംഗ് ആണ് ഡിവൈസ് എന്നത്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന സെക്ഷനിലെ മറ്റൊരു ഓപ്ഷനാണ് ഇത്. അപ്പൊ ഈ ഡിവൈസ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെലിഗ്രാം അക്കൗണ്ട് ഏതൊക്കെ ഡിവൈസിൽ ഇപ്പൊ ആക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽസ് അല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഡിവൈസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ഓൾഡ് സെക്ഷൻ എന്നതുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ 1 വീക്ക് ആണെന്നുണ്ടെങ്കിൽ 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ ടെലിഗ്രാം ഓപ്പൺ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെലിഗ്രാം ഇൻആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ താഴെയായിട്ട് ഗ്രൂപ്പ് ആൻഡ് ചാനൽസ് എന്നതുണ്ട്. ഈ ഒരു സെറ്റിംഗ്സിൽ എവരിവൺ എന്നത് മാറ്റി മൈ കോണ്ടാക്ട് എന്നത് കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോട്ട് അല്ലെങ്കിൽ ചാനലിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് എക്സെപ്ഷനും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് നിങ്ങളെ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യാനുള്ള സാധിക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്യാൻ കൊടുക്കുന്ന വ്യക്തിക്ക് മാത്രമേ നമ്മളെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അത്തരത്തിലുള്ള സെറ്റിങ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം എവരിവൺ എന്നത് മാറ്റി മൈ കോണ്ടാക്ട് എന്നത് കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ ഒരു ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു സെറ്റിംഗ് ആണ് പിന്നീട് മെസ്സേജ്. അപ്പം നോട്ടിഫിക്കേഷൻ ആൻഡ് സൗണ്ട് എന്ന സെക്ഷനിൽ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പിന്നീട് മെസ്സേജ് എന്നത് കാണാൻ സാധിക്കും. ഇതിവിടെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്യേണ്ട എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ടെലിഗ്രാമിൽ ഏതെങ്കിലുമൊക്കെ സീക്രട്ട് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ അംഗമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ മെസ്സേജിനെയൊക്കെ പിൻ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു സെറ്റിംഗ് ആണിത്. അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെലിഗ്രാമിൽ നമ്മൾ ഓൺ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.